അനുമോളിലെ വിന്നറാവേണ്ടത്. ഭയങ്കര സ്ട്രഗിൾ. അങ്ങനെ അനുമോള് വിന്നറാവണം. കാരണം എന്താ അറിയോ, ഞാൻ പറയട്ടെ, മറ്റേ ഏകാന്തത താണ്ടി ജയിക്കുന്നത് ആരാണോ എന്നൊക്കെ അല്ലോ പറയണത് അല്ലേ? അപ്പൊ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു സീസണിലും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത്രയും ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട്, ഇത്രയും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് അനുഭവിച്ച ആ കുട്ടി നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ. ഞാൻ പി ആർ ഒന്നും പറയരുത് കേട്ടോ, ഞാൻ പി ആർ ഒന്നുമല്ല. പക്ഷേ ആ കുട്ടി ഡിസേർവിങ് ആണ്. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 വരെ നമ്മൾ കണ്ടു. ഇത്രയും ഒരു സ്ട്രഗിൾ ചെയ്തൊരു പെൺകുട്ടി വേറെ ഉണ്ടായിട്ടാവില്ല. അത്രയും അനുമോട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരു കൂട്ടം ആളുകൾ ഒരുപാട് ആക്രമിക്കാൻ വന്നപ്പോഴും പിടിച്ചു നിൽക്കുന്ന ഒരു അയൺ ലേഡി എന്ന് തന്നെ പറയാം. അപ്പോൾ ആ കുട്ടി ഡിസേർവിങ് ആണ്. ആ കുട്ടിക്ക് കിട്ടട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസ് ഒന്നും മോശമായെന്നല്ല, എല്ലാവരും നല്ല പക്ഷെ അനുമോള് ഭയങ്കരമായിട്ട് നിങ്ങളൊന്ന് നോക്കി സീസൺ വന്നേലേ 7 വരെയുള്ള സീസൺ കണ്ടതല്ലേ, ഇത്രയും സ്ട്രഗിൾ ചെയ്ത ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടോ? വേറെ ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും ഇത്രയും ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഒരു കൂട്ടം ആൾക്കാർ എപ്പോഴും വന്നിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്രയും മനസ്സിനെ പാകപ്പെടുത്തിയിട്ട്, പിന്നെ മാത്രമല്ല ആ കുട്ടി വേറെ വലിയ കളത്തുനിന്ന് പോയൊരു കുട്ടിയാണ് അല്ലേ. സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏറ്റവും വലിയൊരു കളത്തുനിന്ന് പോയിട്ടൊരു കുട്ടിയാണ്. അവിടെയൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റുകളെയും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് പോയിട്ടുള്ളൊരു കുട്ടിയാണ്. അതാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ പിടിച്ചെടുക്കാൻ പറ്റുന്നത്. കാരണം ഒരു കൂട്ടം ആൾക്കാർ മുഴുവൻ ഇങ്ങനെ ആക്രമിക്കാൻ വരുമ്പോഴും പിടിച്ചു നിൽക്കുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് കപ്പ് കിട്ടണം. പി ആർ അല്ല ഞാൻ. കിട്ടട്ടെ. നിങ്ങളെന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ? അല്ലേ? ആ ശരിയല്ലേ? ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് വന്ന മതിയല്ലേ? കഴിച്ചോ? ഭയങ്കര ഒരു മിനിറ്റ്.